കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വയലൂര് ദേശത്തെ ദേശവിളക്കിന്റെ വിശേഷങ്ങളാണ്. കൂടെ പ്രശാന്തേട്ടന്റെ കെട്ടുനിറയും കൂടി കാണാട്ടാ. ദേശവിളക്കായിക്കോട്ടെ ഉത്സവമായിക്കോട്ടെ നമ്മുടെ അമ്പലത്തിൽ ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ വയലൂര് ദേശത്തെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ തന്നെ ഉണ്ടാവൂട്ടാ. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ. ഞാൻ കുഞ്ഞിതിലെ തൊട്ട് കണ്ടിരിക്കുന്നത് പോട്ട പാമ്പാമ്പോട്ട് ക്ഷേത്രത്തിലെ വിളക്കാണ്. അവിടെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എല്ലാം ആ പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അവിടുന്ന് വേറെ എവിടേക്കും നമ്മൾ മൂവ് ചെയ്യണില്ല. അതായത് ചിന്തുപാട്ടും ദീപാരാധനയും എല്ലാം അവിടെ തന്നെയാണ്. പക്ഷെ ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആണ്. ദേശവിളക്ക് എന്ന പേര് പോലെ തന്നെ നമ്മളെല്ലാവരും ചിന്തുപാട്ടും ശാസ്താംപാട്ടും ഒക്കെ ആയിട്ട് വയലൂര് ദേശം മൊത്തം ചുറ്റിയാണ് വരുന്നത്. അങ്ങനെ ചുറ്റി വരുമ്പോ ഓരോ വീടുകളിലും പറ വയ്ക്കുന്ന ചടങ്ങുകളും കൂടി ഉണ്ട്. ഇത്തവണത്തെ ദേശവിളക്കിന് എന്റെ നാട്ടുകാരായിട്ടുള്ള കോട്ടക്കാരുടെ ചിന്തുപാട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തവണത്തെ ദേശവിളക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കേട്ടാ. എന്റെ പോട്ടക്കാരായതുകൊണ്ട് പറയല്ല, ചിന്തുപാട്ട് ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടാ. ഗംഭീരാക്കിയവര്. അങ്ങനെ നമ്മള് ദേശം മൊത്തം ചുറ്റി വന്ന് അമ്പലത്തിലേക്ക് കയറുകയാണ്. ഇനി ആ പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ അമ്പലത്തിന്റെ മുമ്പില് ദീപാരാധനയാണ്. ഇനി നമുക്ക് അത് കണ്ടാലോ. അങ്ങനെ അമ്പലത്തിലെ എല്ലാ പരിപാടികളും തൊഴുത് എല്ലാ പരിപാടികളും തീർന്ന് അത്താഴൂട്ട് വരെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായി. അങ്ങനെ ദേശവിളക്കൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ദിവസമായിരുന്നു പ്രശാന്തേട്ടനും കൂടെ മലയ്ക്ക് പോകുന്നവരൊക്കെ കെട്ടുനിറ ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് കേട്ടോ ഇപ്പൊ കണ്ടോണ്ടിരിക്കണേ. അങ്ങനെ കെട്ട് നിറച്ച് അമ്പലം ചുറ്റി തൊഴുത് നാളികേരൊക്കെ ഉടച്ച് അവര് പോവാണ് കേട്ടാ ശബരിമലയ്ക്ക്.